കഴിഞ്ഞ 10 മാസമായിട്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നത് ഈ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ഈവൽ ഐറ്റം ആണ്, നിങ്ങളുടെ ഫ്യൂച്ചർ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് എക്സാം ആക്ച്വലി വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിന് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് വരണമെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിലും എങ്ങനെയാണ് ഈ മൊത്തം സിസ്റ്റം വർക്ക് ചെയ്യുന്ന കാര്യം ഒരു പക്ഷെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പബ്ലിക് എക്സാമിന്റെ എല്ലാ സീക്രറ്റ്സും, ചെറിയ സീക്രറ്റ്സേ ഉള്ളൂ, അത് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് കുറേ ഗുണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാര്യമാണ്, നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന പേപ്പറിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, 10, 20, 30 ചോദ്യങ്ങളൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ പേപ്പർ സെറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവരുടെ അടുത്ത് വലിയ ക്വസ്റ്റ്യൻ പൂൾ ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഇതൊരു ബുക്കൊന്നല്ല, പക്ഷെ അവരുടെ അടുത്ത് ഒരു വലിയ ക്വസ്റ്റ്യൻ്റെ കളക്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% പുതിയ ക്വസ്റ്റ്യൻസ് മാത്രം എന്ന രീതിയിൽ ഒരിക്കലും ആക്കാൻ പറ്റില്ല. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെ പേപ്പർ സെറ്റ് ചെയ്താലും മിനിമം ഒരു 60% പ്രഡിക്റ്റബിൾ ആയിട്ട് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം നോക്കിയാൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തം ലീക്ക് ചെയ്യാൻ പറ്റും. SSLC പോലത്തെ പുതിയ സിലബസ് ആണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് SCRT തന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇത് കിട്ടും. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, ഓണം എക്സാം നോക്കിയാൽ ഇത് ഈസിലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. 60% ഉറപ്പാണ് നിങ്ങൾക്ക് എങ്ങനെ എക്സാം പേപ്പർ വന്നാലും. നെക്സ്റ്റ് ഒരു 20% വരാൻ പോകുന്നത് ഇതേ ചോദ്യങ്ങൾ തന്നെ, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട്, ഫിസിക്സിലാണെങ്കിൽ ന്യൂമറിക്കലിന്റെ വാല്യൂസ് മാറ്റിയിട്ടായിരിക്കും, കെമിസ്ട്രിയിലാണെങ്കിൽ കെമിക്കൽസിന്റെ പേര് മാറ്റിയിട്ടോ അങ്ങനെ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടായിരിക്കും അവർ ചോദിക്കാം. അപ്പൊ അവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ കോൺസെപ്റ്റും കൂടെ സാമാന്യം അറിയെങ്കിൽ നിങ്ങൾക്ക് ഇതും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു 80% നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ നേരത്തെ പറഞ്ഞ മുൻ പരീക്ഷകളുടെ ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പറ്റുമെങ്കിൽ കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക, പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ. ആകെ ബാക്കിയുള്ള 20% അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും പുതുതായിട്ട് ഒരിക്കലും കാണാത്ത ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ തിയററ്റിക്കലി പറ്റുള്ളൂ. ഇനി ആ 20% ചിലപ്പോൾ 30%, 40% സാർ ആക്കിക്കൂടെ പുതിയ ചോദ്യങ്ങൾ ആക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും അവർ ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് ടോപ്പറിന് വരെ A+ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രിപ്പറേഷനും നിങ്ങളുടെ പ്ലാൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ്, SSLC, +1, +2 കുട്ടികൾക്കാണ് കൂടുതൽ വാലിഡ് മോഡൽ എക്സാം ട്രാപ്പ്. നിങ്ങൾ ഒരുപക്ഷെ മോഡൽ എക്സാം പേപ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വളരെ മോശമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ പാനിക് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, അയ്യോ ഇതാണ് എൻ്റെ മോഡൽ എക്സാം മാർക്ക് എങ്കിൽ പബ്ലിക് എക്സാം ഇതിനും കുറവല്ല എനിക്ക് കിട്ടാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മോഡൽ എക്സാം പബ്ലിക് എക്സാമിനെക്കാളും കുറച്ചും കൂടി ടഫർ ആയിരിക്കും. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു 10% മോഡൽ എക്സാം ടഫ് ആയിട്ടാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. കാരണം മോഡൽ എക്സാം ഭയങ്കര ഈസി ആയി പോയി കഴിഞ്ഞാൽ പിള്ളേർ എന്ത് ചെയ്യില്ല, പബ്ലിക് എക്സാം പഠിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം ജനറലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വാല്യുവേഷൻ ആണ്. മോഡൽ എക്സാമിലെ വാല്യുവേഷൻ ടീച്ചർ എപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കുറവേ തരുള്ളൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുക. പബ്ലിക് എക്സാമിൽ ഒരിക്കലും അങ്ങനെയല്ല. പബ്ലിക് എക്സാമിൽ പ്രത്യേകിച്ച് എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പോകും വാല്യുവേഷൻ ലീനിയന്റ് ആക്കാൻ. അപ്പൊ ജനറലി പബ്ലിക് എക്സാമിൽ പരീക്ഷ ടഫായിട്ട് വന്നാൽ പോലും, ഒരു പ്രത്യേക പരീക്ഷ മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്സ് ആയിക്കോട്ടെ ടഫായിട്ട് വന്നാലും ആ പരീക്ഷയിലായിരിക്കും മിക്കവാറും കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുക. ഇതാണ് നമ്മൾ എല്ലാ വർഷവും കാണുന്ന പാറ്റേൺ. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ മാർക്ക് കുറവ് കിട്ടിയതുകൊണ്ട് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് കുറവായിരിക്കും കിട്ടുക എന്ന് നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. മിക്കവാറും നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 10 മാർക്കെങ്കിലും എക്സ്ട്രാ ആയിരിക്കും പബ്ലിക് എക്സാമിൽ കിട്ടുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്. ആ 10 മാർക്ക് എക്സ്ട്രാ കിട്ടിക്കോളൂ, അപ്പോൾ ഞാൻ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ അനാവശ്യമായി ടെൻഷൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സത്യം പറഞ്ഞത്. പക്ഷേ റിയാലിറ്റി എന്താണ്, നിങ്ങളൊരു സ്മാർട്ട് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം ഉപയോഗിക്കണം. എനിക്ക് ഇനിയും കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധത്തോടു കൂടി നന്നായൊരു പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ എന്തിനാ 10 മാർക്ക്, ഒരു 30-40 മാർക്ക് എക്സ്ട്രാ ആക്കിക്കൂടെ? അപ്പോൾ ബേസിക് പോയിന്റ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മോഡൽ എക്സാമിന് മാർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് എക്സാമിൽ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും, ഗിവൺ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ. ഈ മോഡൽ എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾ വേറൊരു ട്രാപ്പും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ മോഡൽ എക്സാമിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മാത്സ് എക്സാം ആണ് ടഫ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പബ്ലിക്കിന് മാത്സ് ആയിരിക്കും ടഫ്, അപ്പോൾ മാത്സ് മാത്രം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കും.
പബ്ലിക് എക്സാമിൽ ചിലപ്പോൾ എന്തായിരിക്കും മാത്സ് ആയിരിക്കില്ല, ഫിസിക്സ് ആയിരിക്കും ടഫ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് മോഡൽ എക്സാമിന് മാത്സ് ആണ് ടഫെങ്കിൽ പബ്ലിക് എക്സാമിന് മാത്സ് ആയിരിക്കും ടഫ് എന്നുള്ള ഒരു റൂളും ഇല്ല. ഈ സമയത്ത് മോഡൽ എക്സാമിന് മാത്സ് ആണ് ടഫെങ്കിൽ പബ്ലിക് എക്സാമിൽ ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും, മോഡൽ എക്സാമിൽ കെമിസ്ട്രി ആണ് ടഫെങ്കിൽ പബ്ലിക് എക്സാമിൽ ചിലപ്പോൾ ബയോളജി ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡൽ എക്സാമിന് മാത്സ് ആണ് ടഫ് എന്ന് വെച്ചിട്ട് മാത്സ് മാത്രം കൂടുതൽ പഠിക്കുക, ബാക്കിയുള്ള സബ്ജക്ട്സ് കുറവ് പഠിക്കുക, ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. അതേസമയം തന്നെ നിങ്ങൾ മോഡൽ എക്സാമിന് ഫിസിക്സ് ഭയങ്കര ഈസി ആയിട്ട് വന്നു, അപ്പോൾ ഞാൻ ഫിസിക്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം സെറ്റാന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാതിരുന്നാൽ ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും പബ്ലിക് എക്സാം ടഫ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു മണ്ടത്തരം നിങ്ങൾ കാണിക്കാതിരിക്കുക. ആ ഒരു മോഡൽ എക്സാമിൽ വരുന്ന ഡിഫിക്കൽട്ട് സബ്ജക്ട്സും പബ്ലിക് എക്സാമിൽ വരുന്ന ഡിഫിക്കൽട്ട് സബ്ജക്ട്സും തമ്മിൽ ബന്ധമില്ല. അപ്പോൾ ആസ് എ സ്മാർട്ട് സ്റ്റുഡന്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ സബ്ജക്റ്റും ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നെക്സ്റ്റ് കാര്യമാണ്, സാർ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവസാനം പബ്ലിക് എക്സാമിൽ ഏതെങ്കിലും ഒരു എക്സാം ടഫായി വന്നാൽ ഞങ്ങൾക്ക് മാർക്ക് കിട്ടാതായി പോലെ, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് മാർക്ക് പോവില്ല എന്നാണ് സത്യം. ഞാൻ പ്ലസ് ടു പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ മാത്സ് പേപ്പർ ഭയങ്കര ടഫായിരുന്നു. അതിലുള്ള ഒരു ചോദ്യം പോലും എനിക്ക് മനസ്സിലാവുന്ന കൂടിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ മാർക്ക് 89 മാർക്കാണ് 100-ൽ. ഇൻ റിയാലിറ്റി ഞാൻ ആ മാർക്ക് ഡിസേർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ സംഭവിച്ചത് വെച്ചാൽ എനിക്ക് മാത്രം എല്ലാവർക്കും, എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും, എല്ലാ കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും, ഇൻഫാക്ട് ഞാൻ CBSE പഠിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ പരീക്ഷയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ A+ തന്നെ കിട്ടുള്ളൂ. പക്ഷെ എന്താ അവസാനം സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സും എല്ലാ പ്രിൻസിപ്പൽമാരും കുട്ടികളും എല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് വാല്യുവേഷൻ ക്യാമ്പിലേക്ക് ഇൻസ്ട്രക്ഷൻ പോകും. ഒന്നെങ്കിൽ മോഡറേഷൻ, അതായത് കുറച്ച് എക്സ്ട്രാ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലീനിയൻസി, ഭയങ്കര ലീനിയന്റ് ആയിട്ട് പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാവും. അങ്ങനെ ആയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓൾമോസ്റ്റ് ഫുൾ മാർക്കോ അല്ലെ എത്രത്തോളം മാർക്ക് തരാൻ പറ്റുമോ അവർ അത്രത്തോളം മാർക്ക് തന്നോളൂ. അത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിന്റെ ഫിസിക്സിന്റെ ആവറേജ് മാർക്ക് 65, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിന്റെ മാത്സിന്റെ ആവറേജ് മാർക്ക് 67, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും ആ വർഷം കെമിസ്ട്രി ടഫ് എന്ന് വന്ന് വിചാരിക്കുക, ആവറേജ് മാർക്ക് കെമിസ്ട്രിയിൽ മാത്രം 33. ഇങ്ങനെ ഒരിക്കലും അവർ സമ്മതിക്കാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇത് കുട്ടികളുടെ പ്രശ്നമല്ല, പേപ്പർ സെറ്റ് ചെയ്ത ആളുടെ പ്രശ്നം എന്നല്ല അർത്ഥം. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു പേപ്പർ നോക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ പഠിച്ചതേ അല്ല വന്നത്, ഫുൾ വേറെ ലെവൽ ചോദ്യങ്ങളോ എന്തോ ജയിലിലെ ചോദ്യങ്ങളോ അങ്ങനെ എന്തോ ചോദ്യങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ കുട്ടികളുടെ അവസ്ഥ ഇതാണ്. അങ്ങനെ അവസ്ഥ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ആവറേജിന് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാവും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ മാർക്ക് ചിലപ്പം ഇതിന് താഴെയായിരിക്കും വരാൻ പോകുന്നത്. ബേസിക്കലി പോയിന്റ് ഇസ്, നിങ്ങൾ ടഫ് എക്സാമിനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ടഫായിട്ട് വന്നാലും ഈസി ആയിട്ട് വന്നാലും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? കിട്ടിക്കോളും. പക്ഷെ അത് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്. കാരണം ഈ ടഫ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടഫ് വരുള്ളൂ. ചിലപ്പോൾ 20%, ചിലപ്പോൾ 30% ഒക്കെ ആവാന്നേ ഉള്ളൂ. അതല്ലാതെ മൊത്തം പേപ്പർ വേറെ രീതിയിൽ ഇതുപോലൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ടീച്ചർ പേപ്പർ പറയുമ്പോൾ ഈ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ഇല്ലേ, അതിന് നിങ്ങൾ ഉത്തരം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഗ്രേസ് മാർക്കും തരാൻ പോകുന്നില്ല. ഗ്രേസ് മാർക്കും അല്ല എക്സ്ട്രാ ലീനിയൻസി ഒക്കെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് പഠിക്കാതെ ഇരുന്നിട്ട് പബ്ലിക് എക്സാം ടഫായിട്ട് വന്നാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് പബ്ലിക് എക്സാമിന് മൊത്തം സിസ്റ്റം വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എക്സാം ടഫായിട്ട് വന്നാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ വന്നാലും എങ്ങനെ വന്നാലും കുട്ടികൾക്ക് കിട്ടേണ്ട മാർക്ക് അത് എല്ലാ വർഷവും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കഴിഞ്ഞ വർഷം +1 കിട്ടിയ കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് ആയിരിക്കും ഈ വർഷം കിട്ടാൻ പോകുന്നത്. അടുത്ത വർഷവും മാർക്കിന്റെ കാര്യത്തിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല, ഓരോ കുട്ടികളുടെ എക്സ്പീരിയൻസ് വേറെ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഒരു രീതിയിലും എക്സാം ടഫാവോ, എക്സാമിൽ അത് വരുമോ ഇത് വരുമോ അത് ഓർത്തിട്ട് നിങ്ങൾ പാനിക് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ ചെയ്യേണ്ട കാര്യത്തിൽ മാക്സിമം ഡെഡിക്കേഷനോടുകൂടെ, മാക്സിമം സിൻസിയറിറ്റിയോടുകൂടെ ഇനിയുള്ള ദിവസങ്ങൾ വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.